വെറും 30 സെക്കൻഡ് മാത്രം. പാകിസ്ഥാൻ അന്ന് നിന്നത് മുൾമുനയിൽ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ആണവ മുനയിൽ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ പാകിസ്ഥാന്റെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിച്ചപ്പോൾ പാകിസ്ഥാന് അത്ര സമയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്ലാമാബാദിനെ ഒന്ന് ചിന്തിക്കാനോ എന്താണ് പ്രതിവിധി എന്ന് ആലോചിച്ച് തുടങ്ങാനോ പോലും ഇന്ത്യയുടെ ബ്രഹ്മോസ് ചുണക്കുട്ടന്മാർ സമയം കൊടുത്തില്ല. ഇന്ത്യയിൽ നിന്നും ചേറി വരുന്നത് ശരിക്കും ഒരു ആണവായുധമാണോ? അതായിരുന്നു ശരിക്കും പാകിസ്ഥാന്റെ ഭീതി. ഇമാതിരി വരവ് ബ്രഹ്മോസ് മിസൈലുകൾക്കുണ്ടാകുമെന്ന് പാകിസ്ഥാൻകാർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പാകിസ്ഥാൻ ശരിക്കും വിരണ്ടുപോയി, മരവിച്ചുപോയി. നോ ഫസ്റ്റ് യൂസ് എന്ന ഇന്ത്യയുടെ ന്യൂക്ലിയർ ഉടമ്പടി ഉറപ്പ് അത് ഇന്ത്യ തങ്ങളെപ്പോലെ മറന്നുപോയി എന്നായിരുന്നു പാകിസ്ഥാന്റെ ആ 30 സെക്കൻഡിനുള്ളിലെ ഭീതി. ഏത് മിസൈലാണ് പാകിസ്ഥാനോട് നേരെ ചീറി വരുന്നത്? ആണവ മിസൈലുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാനോ അതോ എന്ത് ചെയ്യണം, മിണ്ടാതിരിക്കണോ? അതിനുപോലും ചിന്തിക്കാൻ ഇന്ത്യ പാകിസ്ഥാന് അന്ന് സമയം കൊടുത്തില്ല. ഒന്നും വ്യക്തമാക്കാതെ പാകിസ്ഥാൻ സൈന്യം, ഭരണകൂടം ഒക്കെ നിന്ന് വിയർത്ത, മരവിച്ചു പോയ ആ 30 സെക്കൻഡുകൾ അതൊരു രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷയ്ക്കൊക്കെ എത്രമാത്രം പ്രാധാന്യമുള്ള സമയമാണെന്ന് ഇപ്പോൾ ഇന്ത്യക്കും വ്യക്തമാകുന്നുണ്ട്. എടുത്തു പ്രയോഗിക്കാൻ ആണവ ആയുധമുണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാൻ അതെടുത്ത് പ്രയോഗിക്കുമായിരുന്നു. അതിനുപോലും ചിന്തിക്കാൻ പാകിസ്ഥാന് ഇന്ത്യ സമയം കൊടുത്തില്ല. മൊത്തത്തിലൊരു മരവിപ്പായിരുന്നു പാക് ഭരണകൂടത്തിന്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അടുത്ത സഹായി റാണ നസറുള്ള ഇപ്പോൾ അത് സംബന്ധിച്ചു. അതും ഒരു ടെലിവിഷൻ ലൈവ് ഷോയിൽ. നൂർഹാൻ എയർബേസിലെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആക്രമണം ചൂണ്ടിക്കാട്ടിയാണ് റാണ നസറുള്ള ഇങ്ങനെ പറഞ്ഞത്. 30 സെക്കൻഡ് നേരം പ്രധാനമന്ത്രി അടക്കം പാക് ഭരണകൂടം വിറച്ചുപോയി, മരവിച്ചുപോയി. ബ്രഹ്മോസ് മിസൈലിൻ്റെ ആക്രമണങ്ങൾ പാകിസ്ഥാനിലുടനീളം പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും പൂർണ്ണ സ്തംഭനവുമാണ് ഉണ്ടാക്കിയത്. ഇന്ത്യ അങ്ങനെ പാകിസ്ഥാന്റെ ആണവ ഭീഷണി വെറും പൊള്ളത്തരമാണെന്ന് സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു. എന്തിനും ഏതിനും തങ്ങൾ ആണവായുധമെടുത്ത് പ്രയോഗിക്കുമെന്ന് കുറേ കാലമായി, ഇന്നും ഇന്നലെയുമല്ല പാകിസ്ഥാൻ ഭീഷണി മുഴക്കി തുടങ്ങിയിട്ട്. പാകിസ്ഥാനെ കൊണ്ട് ഒന്നും നടക്കില്ല, വെറും ഇന്ത്യയുടെ മിസൈലുകൾ കൊണ്ട് കനത്ത മറുപടി. പാകിസ്ഥാൻ ഇങ്ങോട്ടടിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടടി എന്നത് എങ്ങനെയാണെന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തു. ബ്രഹ്മോസ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഗതി മാറ്റുകയായിരുന്നു. വേഗതയേറിയതും നിശബ്ദവും മാരകവുമായ കൃത്യതയോടെ പാക് ടെറർ ബേസുകളെയും പാക് സൈനിക താവളങ്ങളെയും ബ്രഹ്മോസ് മിസൈലുകൾ തകർത്തെറിഞ്ഞു. പിന്നാലെ ബ്രഹ്മോസ് ആക്രമണങ്ങളുടെ ഉപഗ്രഹ ചിത്രം കൂടി ഇന്ത്യ പുറത്തുവിട്ടതോടെ എല്ലാം വ്യക്തമായി. പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധവുമില്ല, തൽക്കാലത്തേക്ക് ഒരു ചുക്കുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർക്കതെടുത്ത് പ്രയോഗിക്കാനുള്ള ആർജവവുമില്ല. അത് വ്യക്തമായി. രണ്ടായാലും നഷ്ടവും നാണക്കേടും പാക് സൈന്യത്തിന് തന്നെയാണ്. രണ്ടല്ല, ഇനി 3 വട്ടം ആലോചിക്കേണ്ടി വരും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു ദൗത്യവുമായി ഇറങ്ങി തിരിച്ചാൽ. റഷ്യക്ക് നന്ദി, വ്ളാദിമിർ പുടിന് നന്ദിയുണ്ട്. ഇന്ത്യക്ക് ബ്രഹ്മോസ് എന്ന, ഇന്ത്യയിലെ ബ്രഹ്മോസ് നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരിലുള്ള ആ മിസൈൽ എന്ന മായാജാലക്കാരനെ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് നൽകിയതിന്. ഇങ്ങ് തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് മിസൈൽ ആസ്ഥാനം മുതൽ ന്യൂഡൽഹി വരെ ബ്രഹ്മോസിന്റെ ആ പ്രകടനത്തിൽ കോരി തരിച്ചിരുന്നു പോയ നിമിഷങ്ങളായിരുന്നു കണ്ടത്. ഒരു ശത്രുരാജ്യത്തിന് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ നൽകണം. ഇന്ത്യ മറന്നു തുടങ്ങി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കഥകൾ. പക്ഷേ പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യ ഒരിക്കലും മറക്കില്ല. ഇനിയൊരു 100 വർഷത്തേക്കെങ്കിലും ഇന്ത്യ മറക്കാതെ അത് മനസ്സിൽ കൊണ്ടു കിടക്കും. പക്ഷേ ഇന്ത്യ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മറക്കുമ്പോൾ പാകിസ്ഥാൻ ഏജന്റുമാർ അതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കി മുറിവ് വീണ്ടും വ്രണമാക്കി മാറ്റുകയാണ്.